ശ്രുതി ഇവിടെ മാത്രമല്ല മൊത്തത്തിൽ പോയി കിടക്കുക. ഈ രാജ്യത്തിന്റെ തന്നെ ശ്രുതി അപകടത്തില. അതെങ്ങനെയാ അവന്റെ മനസ്സിലിരിക്കാല്ലേ രവീന്ദ്രന്റെ കുട്ടിയെ ആ സ്റ്റേജിൽ അവർ ശ്രദ്ധിക്കുക. ഒരു നടനെ പൂജ വയ്ക്കാൻ പോകുന്ന സ്ഥലമാണ്. അവിടെ ശ്രുതിയാണ് പരമപ്രധാനം. ശ്രുതി പോയാൽ എന്താ പോയില്ലേ? ശ്രുതി രവീന്ദ്ര നീ നമ്മുടെ ശങ്കരനെ ശുദ്ധി വരുത്തി ആ സ്റ്റേജിലേക്ക് എടുത്ത പൂജ വെക്കപ്പെടാൻ പോകുന്ന നടനാണ് ശങ്കര. എന്റെ കുട്ടിയെ നീ ആ സ്റ്റേജിലേക്ക് ഇരിക്കുക. നീ എങ്ങനെയായി പോരെ അവിടെ നിൽക്കുക. സ്റ്റേജില് ഗുസ്തി പിടിക്കുകയും ഓടിക്കളിക്കുകയും ചാടിക്കളിക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവര് സ്റ്റേജ് നിങ്ങളുടെ വിധേയായിരിക്കും. സ്റ്റേജില് 16 നിര കളിക്കുകയും പകര കളിക്കുകയും ചെയ്യുന്ന മുതിർന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് ഇങ്ങനെ നോക്കാം. ശ്രദ്ധിക്ക. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ സ്റ്റേജ് ക്ലോസ്ഡ് ആയിരിക്കും. ഞാൻ ഈ കഴുകി വൃത്തിയാക്കണത് എന്താന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ മനസ്സിലായോ? ഓ ഇല്ല. മുഖംമൂടികളെ കുറിച്ച് പ്രത്യേകിച്ച് ആരോടെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമുണ്ടോ? സന്ദർഭത്തിനും സാഹചര്യത്തിനും ഒക്കെ അനുസരിച്ച് ഓരോരോ മുഖംമൂടികൾ മാറ്റി മാറ്റി വെക്കുന്നവരാണല്ലോ നമ്മൾ ഓരോരുത്തരും. പക്ഷെ ഒരു നടനെ പൂജ വെക്കുന്ന ഈ അവസരത്തിൽ മുഖംമൂടി വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തുടച്ചു വൃത്തിയാക്കി നമുക്ക് സ്റ്റേജിന്റെ മൂലയിൽ എവിടെയെങ്കിലും അങ്ങനെ ഉണക്കാൻ പറ്റാം. ഇതന്നെ എടുത്തോള. ഇപ്പൊ എവിടെയാവും നോക്കാൻ പറ്റുക? തെക്കേടത്തു മനവക തെക്കേടത്തു മനവക സ്റ്റേജ് അസലായിരിക്കണം. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ മനസ്സിലായോ? ഡൽഹിയിലെ നാടകം പഠിക്കാൻ പോയി തലതിരിഞ്ഞു പോയാൽ നമ്മുടെ ശങ്കരനെ നേർവഴിക്ക് അങ്ങനെ നയിക്കാൻ. അതെ അതെ, നാടക പഠനം അയാളുടെ തലയെ ബാധിച്ചിരിക്കുന്നു. തെരുവുനാടകങ്ങൾ അവതരിപ്പിച്ചതിന് അയാളെ പോലീസിന്റെ അറിയുന്നുണ്ടത്രേ. നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തില് തീവ്രവാദി എന്ന് മുദ്രകുത്തപ്പെട്ട നമ്മുടെ ശങ്കരനെ അയാളുടെ നിഷേധാത്മക നിലപാടിൽ നിന്നും രാജ്യവിരുദ്ധ ചിന്തകളിൽ നിന്നുമൊക്കെ മുക്തനാക്കി നമുക്ക് അങ്ങോട്ട് ശുദ്ധീകരിക്കണം. പാഠപുസ്തകങ്ങളൊക്കെ പൂജ വെക്കണ പോലെ ശങ്കരന്റെ നടനെ പൂജ വെച്ചങ്ങോട്ട് ശുദ്ധമാക്കണം. വിദേശത്തെയും സ്വദേശത്തെയും തീവ്രവാദ പുസ്തകങ്ങളിൽ നിന്നും തീവ്രവാദ കഥാപാത്രങ്ങളിൽ നിന്നും ഒക്കെ മുക്തനാക്കി അയാളെ ഇന്ത്യൻ കാലത്തിന് അനുയോജ്യനാക്കണം. ഇന്ത്യൻ എനിക്ക് ഭാരതത്തിന് അനുയോജ്യനാക്കണം. അതിന്റെ ആദ്യപടി എന്ന നിലയിൽ നമുക്ക് ഇയാളെ മറക്കാൻ പഠിപ്പിക്കാം. ധ്യാനത്തിലിരിക്കുമ്പോ വല്ലതും ചവക്കാമോ? ഒരു കഷ്ണം റൊട്ടിയാവാം. റൊട്ടി വേണ്ട, ക്രിസ്ത്യൻ ലഡു ജിലേബി ഒന്നും വേണ്ട, ഒക്കെ വിദേശികളാണ്. മതി 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 മതി. ചവയ്ക്കണതിൽ തെറ്റില്ല, പക്ഷെ മനസ്സറിയാതെ വേണം ചവയ്ക്കാം. എന്ന് വെച്ചാൽ മനസ്സിലായോ? നിരപരാധിയെ പോലെ അങ്ങോട്ട് ചവയ്ക്കാതെ. നിരപരാധിയെ പോലെ ധ്യാനത്തില്
സ്വപ്നങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകുമോ? സ്വപ്നങ്ങളാവാം, പക്ഷേ കലാപരമായിരിക്കരുത്. ശങ്കരന് അത് മനസ്സിലായില്ലെന്നുണ്ടോ? അതായത് ഈ വെട്ടും കുത്തും കൊലപാതകമുള്ള സ്വപ്നങ്ങളങ്ങ് ഒഴിവാക്കില്ല. ശങ്കര, സ്വപ്നങ്ങൾ കാണാതിരിക്കുന്നതാ നല്ലത്. സ്വപ്നങ്ങൾക്ക് സെൻസറിങ് വേണോട്ടോ. അതെ, ധ്യാനം ഒരു നിദ്രയാണ്. സ്വപ്നങ്ങൾ അങ്ങനെ ഒഴിവാക്കിക്കോളൂ. നക്ഷത്രങ്ങൾ, മഞ്ഞുമലകൾ, ചാറ്റൽ മഴ, ഇളം കാറ്റ് എന്നിവയൊക്കെ ആയിക്കോളൂ. വിദേശ നാടക ദൃശ്യങ്ങൾ എന്റെ ശങ്കര നമുക്ക് ഒട്ടും വേണ്ട. അതായത് രവീന്ദ്രൻ എങ്ങടാ പോയേ? കണ്ടില്ലല്ലോ, രവീന്ദ്രൻ ഉണ്ടായിരുന്നല്ലോ. കണ്ടില്ലേ, ഇവന്റെ മുഖത്ത് നക്ഷത്രം പോലെ മാർക്ക്. ഇവ ഇവനേക്കാൾ 3 മിനിറ്റ് മൂത്താനാ ശങ്കരൻ ഒന്നാമൻ. അയാളോട് വന്നിട്ടില്ല. അയാളെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് കേട്ടു. നാരായണ, ശങ്കരന്റെ മുഖത്തെ നക്ഷത്രമാണ് നേരത്തേക്കാളാ ഇപ്പൊ വലുതായിട്ടുണ്ട്. എന്തോ മമ്മി അതേ മനോഹരായിരിക്കണം. സാറേ, ഇരട്ടകളായി പോയാലേ കുഴപ്പം ദുശകനം അല്ലാതെ എന്താ പറയാ? ഇവരൊക്കെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാ. ദേശഭക്തിഗാനത്തിന്റെ റിഹേഴ്സൽ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒറ്റമുണ്ട് എടുത്ത എവിടെയെങ്കിലും നിരന്ന് നിൽക്കണേ. എന്താ നോക്കിയിരിക്കണം, നമുക്ക് ഇത് ആരംഭിക്കാൻ ആരംഭിക്കാം. എന്താണാവോ? ഒരു കാലം കൂടി കേറ്റി പാടൂ. ആയിക്കോട്ടെ. പോലീസ് പോയി. ധ്യാനത്തില് മഴ പെയ്താൽ കുട ചൂടാമോ? എന്ത് വിട്ടുന്ന സംക്രാന്തിങ്ങനെ മഴത്തുള്ളികൾ ശരീരത്തിൽ വീണാൽ ധ്യാനത്തിൽ നിന്ന് ഉണരില്ലേ? താൻ എന്തൊക്കെയാ ശങ്കരായി പറയുന്നേ? താൻ കൂടെ എഴുതിക്കാം. ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക. നടക്ക നടക്ക നടക്ക. ഈ അവിടെ പോലെ ഇവിടെ നിൽക്കാം. ഇവിടെ നിൽക്കാം. എന്നിട്ട് സാവധാനം ശ്വാസം അങ്ങ് ഉള്ളിലേക്ക് എടുക്കുക. പതുക്കെ അത് പുറത്തേക്ക് വിടുക. ശങ്കര, പുതുപുത്തൻ അഭിനയം, പുതുപുത്തൻ കഥ, പുതുപുത്തൻ കളിയും കഴിയും ഒക്കെ വേണം ശങ്കര. ഒക്കെ വേണം കേട്ടോ. ജീവനുള്ള മനുഷ്യനെ പൂജയ്ക്ക് ഇരുത്തുന്നത് ഇത് ആദ്യമായിട്ടാണ്. അഭിനയിക്കാൻ ഇരിക്കും ശങ്കര. അഭിനയിക്കാതിരിക്കാൻ എനിക്ക് കഴിയോ? അഭിനയം നടത്തുന്ന പ്രവൃത്തി വ്യാജാണോ? അഭിനയിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. എന്നെ കൊണ്ട് ഒരു വേലി കഴിപ്പിച്ച് ഒരു കുടുംബം ഉണ്ടാക്കി ഈ തെക്കേടത്തമലയുടെ പ്രൗഢിക്കൊപ്പം മാറ്റാനുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. എന്താ ശങ്കര നീ പറയണേ? ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്നിരുന്ന തെക്കേടത്തമലയുടെ ഈ സ്റ്റേജ് നന്നാക്കി എടുത്തത് തന്നെ പൂജയ്ക്ക് ഇരുത്താനല്ലേ? ശങ്കര, അഭിനയിക്കാതിരിക്കലാണ് ഏറ്റവും നല്ല അഭിനയം. ശങ്കര, ഇങ്ങനെ ക്ഷുദ്രജീവികൾ കാണാനേ പള്ളി പട്ടാരെ മാറ്റി ഒന്നും ഈ സ്റ്റേജിൽ കയറാൻ നോക്കണം. എല്ലാം ക്ഷുദ്രജീവികളാ. ശങ്കര, ഒരു വള്ളി മതി നിന്റെ ധ്യാനം മുടക്കാൻ. ശങ്കര, നോക്കുക, പേപ്പർ വെയിറ്റ് പോലെ ആവുക. നന്മയും തിന്മയും കളവും ചതിയിട്ടുള്ള കടലാസുകളെ പറന്നു പോകാതിരിക്കാൻ
മനസ്സിനെ അടക്കി ശാന്തി 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 എന്ന് ഒരു 150 വട്ടം അങ്ങോട്ട് ചൊല്ലുക. എത്ര പറഞ്ഞാലും മനസ്സിരിക്കില്ല. നിഷ്ക്രിയനായിരിക്കാൻ പഠിപ്പിക്കേണ്ടി വരിക. മഹാകഷ്ടം. വരിക. വരിക. എന്ത് വരിക? ഒരു നടനെ പൂജ വെക്കുമ്പോൾ തൂമ്പ വളരെ അത്യാവശ്യമാണ്. തെക്കേടത്ത് മണിയിലെ കാരണവന്മാർക്ക് തൂമ്പ ഇഷ്ടാവെന്ന് അറിയില്ലല്ലോ. ഒരു നടനും തൂമ്പയും തമ്മിൽ അഭേദ്യായ ബന്ധമുണ്ട്. ഈ മണ്ണിങ്ങനെ ചവിട്ടിക്കൊടുക്കാൻ നല്ല രസാട്ടോ. കാണുന്നുണ്ട് കാണുന്നുണ്ട് കാണുന്നുണ്ട്. ധ്യാനത്തിനുള്ള സമയായി, ധ്യാനത്തിനുള്ള സമയായി. എല്ലാം അങ്ങോട്ട് മറക്കാം, എല്ലാം മറക്കാം, എല്ലാം മറക്കാം. എന്താ ഈ കണ്ണ്? സ്റ്റേജിൽ ആളായി തൂമ്പ കൊണ്ടത് വെച്ചിരിക്കണേ. അവിടെ ഇരുന്നോട്ടെ. പൂജ വെക്കാറല്ലേ? എന്താ പറയുന്നത്? തൂമ്പ വേണ്ട. തൂമ്പയാണ് ഇത്തവണ വരെ എത്തിച്ചത്. തൂമ്പയ്ക്ക് ചരിത്രപരമായ പല രാഷ്ട്രീയവാദങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ഈ പൂജയ്ക്ക് തൂമ്പ വേണ്ട. ചാണകവെള്ളം നടത്തി ശുദ്ധീകരിച്ച ദൂരേക്ക് ഇങ്ങനെ മാറ്റി വെക്കുക. തെക്കേടത്ത് മലയിൽ ഇനി ആരും തൂമ്പ കൈകൊണ്ട് പറയരുത്. ആ കത്ത് നമുക്ക് ഇടുക. ഇനി ആരും സ്റ്റേജിലേക്ക് വരണ്ട. ചിത്രശലഭങ്ങളാണെങ്കിലും അകത്തേക്ക് കയറണ്ട. ചിത്രശലഭങ്ങൾ നിരപരാധികളാ. കയറിക്കൊണ്ടേ. ശങ്കര ആ കത്ത് അങ്ങോട്ട് ഇടുക. ധ്യാനിക്കുക, എല്ലാം മറക്കാൻ പഠിക്കുക. ധ്യാനിക്കാം. ഇങ്ങനെ വരിക. എന്താ ആർക്കും നിക്കണേ? എങ്ങനെ പ്രത്യേകം വിളിക്കണോ? നീ ഇവിടെ പോകുന്നത് പതിയെ പതിയായി. അങ്ങനെ എന്താ അവിടെ കിടക്കണേ? ഇവിടെ വരിക. ചേർന്ന് അങ്ങനെ നിൽക്കുക. അങ്ങനെ ചേർന്ന് നിൽക്കുക. ചക്കൻ സ്റ്റേജിന്റെ ഒരു പുറത്താണ്. തൂമ്പ അവർക്ക് പേടിയ വിയർപ്പനാക്കാൻ. ചാത്തന്റെയും അടിയാള വർഗത്തിന്റെയും വാക്കാൻ വിയർപ്പനാക്കാൻ അവർക്ക് പേടിയ. ഈ സ്റ്റേജ് ഇങ്ങനെ അടഞ്ഞു കിടക്കേണ്ട കാര്യമില്ല. സ്റ്റേജ് എല്ലാവർക്കും കൂടി ഉള്ളതാണല്ലോ. അതങ്ങനെ തുറന്നു കിടക്കട്ടെ. നീ അങ്ങനെ പോകാം, അങ്ങനെ പോകാം, അങ്ങനെ നീയും പോകാം. ഒരു സ്റ്റേജിലാവുക എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയ താല്പര്യമുള്ള കാര്യമാണല്ലോ. മകനെ ഒരു സ്റ്റേജിലാവുക. എനിക്കും ഒരു സ്റ്റേജിലാകണം. എന്താ ഇപ്പൊ തന്റെ സ്റ്റേജ്? ഒരു സ്റ്റേജിലും ആയില്ല. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ് ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരവസ്ഥയാണ്. അതുകൊണ്ട് സ്റ്റേജിന് നല്ല ഒരു കാവൽക്കാരൻ വേണം. സത്യസന്ധനായ ഒരു കാവൽക്കാരൻ. ഇല്ലച്ചാ എന്റെ പല്ലിയും പാട്ടയും പൂച്ചയും ധ്യാനത്തിന്റെ സമയത്ത് എന്തായിരുന്നു പുലമ്പിക്കൊണ്ടിരിക്കണേ? പഴയ സ്റ്റേജിലേക്ക് വരിക. ഇവിടെ ഇന്ത്യൻ നൃത്ത ഇന്ത്യൻ ഇരിപ്പ. ഇന്ത്യൻ ചിരി. അല്ല ഇങ്ങനെയൊക്കെ ഉള്ളത് തന്നെയാണോ? അറിയാൻ മേല എന്നിട്ട് ചോദിക്കാമേ. എന്താ ശങ്കര അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്ത്യൻ കോളേജ് കേട്ടിട്ടില്ലേ? ഭാരതം ഉണ്ടാക്കിക്കോളൂ. സാഹചര്യം ഏതാണ്? ശങ്കര, ഇത്രയും ബന്ധുക്കൾ തനിക്കുള്ളതല്ലേ ഇവരെല്ലാം വന്നാൽ തനിക്ക് നല്ല നല്ല ഉപദേശങ്ങൾ നൽകുന്നത്? പൂജ ലീവ് എടുത്ത വർഷം കൊടുത്ത ഇങ്ങനെ നിൽക്കണേ. ശങ്കര
ഇതൊരു രഹസ്യ ചടങ്ങാണ്. വീഡിയോക്കാരെയും പത്രക്കാരെയൊക്കെ അറിയിച്ചാൽ ഇത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പരിപാടി പോലെ ആക്കി കളയും. അതുകൊണ്ട് വേണ്ട, നീടേ വേണ്ട. ശങ്കര എങ്ങനെ നോക്കിയേ? ഇത് മറവീരൻ ആളല്ലേ? എല്ലാം ഒരു വിനോദയാത്ര പോണ പോലെ കരുതിയാ മതി. ശങ്കര, ഇങ്ങനെ വെക്കുക. അച്ഛനെ അമ്മയെ അങ്ങോട്ട് മറക്കുക, അസ്ഥിത്വം മറക്കുക, നാല് വീട് അങ്ങോട്ട് മറക്കുക, എന്നിട്ട് മറവി അങ്ങോട്ട് മാറ്റുക. ഉദയമെല്ലാം കഴിയുമ്പോ ശങ്കരൻ ഒരു പുതിയ മനുഷ്യനാകും. ആവശ്യമില്ലാത്തതൊക്കെ അങ്ങോട്ട് മറക്കും. പിന്നീട് അങ്ങനെ ഗൗരവമുള്ള ജീവിതം. ആവശ്യമില്ലാത്ത അഭിനയത്തിൽ നിന്നുള്ള മോചനം, വൃദ്ധരുടെയും രോഗിയുടെയും തെണ്ടിയുടെയും വിപ്ലവകാരിയുടെയും ഒക്കെ അനാവശ്യ പാപങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടൽ. ഓർമ്മകൾക്ക് തീവ്രം ശങ്കര, കത്തിച്ചാകത്തെ ഓർമ്മകൾ. എന്നിട്ട് യാഥാർത്ഥ്യത്തിൽ നിന്റെ മനസ്സംഗീത ശുദ്ധാവട്ടെ. മനസ്സിൽ മനസ്സിലാവുന്നത് കഴിയണം. മനസ്സ് ശൂന്യമായി ശ്വസിക്കുന്ന ശവമായി മാറിക്കഴിയുമ്പോ പ്രധാനമാണ് മനസ്സിലെ ചിരാതുകൾ അവിടെ താഴെ കഴിയും. ശങ്കരന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപൂർവത്തിലെ അപൂർവമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോണത്. അപൂർവത്തിലെ അപൂർവം എന്ന് പറഞ്ഞാൽ കൊന്നതിന്റെയും ചത്തതിന്റെയും ഒന്നും കണക്കല്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ അപൂർവത്തിലെ അപൂർവം എന്ന് പറഞ്ഞാൽ കൊന്നതിന്റെയും ചത്തതിന്റെ ഒക്കെ കണക്ക്. ഈ കളി എത്രയും വരെ പോകുമെന്ന് അറിയാനാ ഞാനും കാത്തിരിക്കണേ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വളച്ചൊടിക്കുന്നു, അതിന് പുതിയ അർത്ഥങ്ങളും മാനങ്ങളും നൽകുന്നു. ഇത് അനുവദിച്ചുകൂടാ. എനിക്ക് എന്റേതായ ഒരു രാഷ്ട്രീയം ഉണ്ടാ, അതിന് പുരോഗമനപരമായ ഒരു സ്വഭാവം ഉണ്ടാ. അതിൽ നിന്ന് മാറാൻ എനിക്ക് കഴിയില്ല. ഓർമ്മകൾ ഉണ്ടായിരിക്കണം, ഓർമ്മകൾ. ശങ്കര, പഴയതെല്ലാം തിരിച്ചു വരികയാണ്. രാജാവിന്റെയും മന്ത്രിയുടെയും പടനായകന്റെയും എല്ലാം വേഷങ്ങൾ തയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞു. എല്ലാം അകത്യമാണെന്ന നേരം വരുന്നു. അതുകൊണ്ടാ പറഞ്ഞത്, പുതിയ കാലത്തിന് ആവശ്യമില്ലാത്തതൊക്കെ അങ്ങനെ മറക്കാൻ. ആവശ്യമില്ലാത്ത ശിഖരങ്ങളുണ്ടല്ലോ അങ്ങനെ വെട്ടി മാറ്റുക. കാരണവന്മാരെ അങ്ങനെ അനുസരിക്കുക. ഇല്ലെങ്കിൽ അറിയാലോ ഇടനാഴിയിലേക്ക് കൂട്ടും. ശങ്കര, നിനക്ക് എന്തേലും പരാതിയോ കഴിവോ ഉണ്ടെച്ചാ നീ ആ മുഖം മൂടിയോട് പറയാ. ഇങ്ങട് വേണ്ട, വയ്യ, ഇങ്ങട് വയ്യ, ഇങ്ങട് വയ്യ. ചതിയ, വഞ്ചക, ദുഷ്ട, രാജ്യദ്രോഹി, കൂട്ടിക്കൊടുക്കുവാനാ. ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ മുഖംമൂടികൾ പ്രതികരിക്കില്ല. കണ്ടില്ലേ, അവരുടെ ഒപ്പം ചിരിച്ചോണ്ടേയിരിക്കും. ഒന്നും കാണില്ല, ഒന്നും കേക്കില്ല. മുഖംമൂടിയാണ് ഒരു ഗുണേ. ഓർമ്മിക്കാൻ ശ്രുതി വേണം, മറക്കാനും ശ്രുതി വേണം. ശ്രുതിയുടെ അകമ്പടിയോടെ അങ്ങെല്ലാം മറക്കാൻ പഠിക്കും. മറക്കാൻ ഇയാളുടെ അവിടെ സംസാരിച്ചിരിക്കണേ. ഒരു നടനെ പൂജ വെക്കുന്നിടത്ത് മെതിയടിക്ക് വലിയ സ്ഥാനമുണ്ട്. സ്ഥാനമുണ്ട് ശങ്കര. ഇരു പാദങ്ങളും അങ്ങനെ നന്നായി ശുദ്ധീകരിക്കുക. ഇടത് വലത് പാദങ്ങളും അങ്ങനെ നന്നായി ശുദ്ധീകരിക്കുക. നന്നായിട്ടൊക്കെ ശുദ്ധീകരിക്കാം. ഒരു നടനെ പൂജ വെക്കുമ്പോ പൗരാണിക പാദരക്ഷകൾ വേണം, തന്നെ വേണം ധരിക്കാൻ. പാദരക്ഷകൾ മാത്രം പൗരാണികമായ മതിയോ? ഓരല്ലോ അതിനെടുത്തോളൂ. ഒരു നടനെ പൂജ വെക്കുമ്പോ മൊത്തത്തിൽ അങ്ങനെ പൗരാണിക ആയിക്കോട്ടെ. ആയിക്കോട്ടെ ശങ്കര, ഇതങ്ങനെ ധരിച്ചിട്ട് വേഗങ്ങൾ വന്നോളൂ. പട്ടി, പൂച്ച, കോഴി, രാജ തുടങ്ങിയവ കയറിയിറങ്ങി നടന്ന സ്റ്റേജ കണ്ടില്ലേ? ഒരു നായ നടന്ന് നീങ്ങിയ പാട്. ഇതൊക്കെ മാഞ്ഞു പോകണമെങ്കിൽ കാലമെടുക്കട്ടെ. ഈ സ്റ്റേജിൽ ഇരിക്കാൻ കഴിയണോ എന്നെ മഹാഭാഗ്യം, മുൻജന്മ സുഹൃതം. ഈ സ്റ്റേജിൽ തന്നെ വീണു മരിക്കണമെന്നൊരു മോഹമുണ്ട്. വീട്ടിൽ കിടന്ന് വെച്ചാൽ പോരെ. ശങ്കര, എന്നെ നിന്റെ പാദങ്ങൾ അങ്ങനെ നിക്ഷേപിക്കുക. വലത് പാദങ്ങൾ നിക്ഷേപിക്കുക. വലത് വളരെ ശ്രദ്ധിക്കും.
ഈ നോക്കി നിൽക്കണമെന്നില്ല, ഇത് ഞങ്ങളെ നശിക്കണം. ശങ്കര, സ്റ്റേജ് ഡാൻസിന് ഇത് ഉപകാരപ്പെടാൻ അങ്ങോട്ട് തിരിക്കുക. എന്റെ ആദിശങ്കര രണ്ടുപേർക്കും ഒറ്റ പേരാ ശങ്കരൻ. ഒന്നാമന് പനി വന്ന രണ്ടാമനും പനിക്കും, രണ്ടാമന് ചുമന്ന ഒന്നാമനും ചുമയ്ക്കും. ഒരു വ്യത്യാസത്തെ ശങ്കരൻ രണ്ടാമത് വിക്കന സാറേ, വിക്കന പേര് പറഞ്ഞു കൊടുക്കാം സാറിന്. പറഞ്ഞു സാറേ, ഇവൻ ടി വി കാണില്ല, പത്രവും വായിക്കില്ല, തീവ്രവാദം എന്താന്ന് പോലും അറിയില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് ചോദിച്ചാ അത് എന്റെ കുട്ടിക്ക് അറിയില്ല. ഒരു മന്ദ നിർഗുണ പരബ്രഹ്മ. സാറേ, സാറേ പാവം മെതിയടി ഒരു ദേശഭക്തിഗാനത്തിന്റെ ദൃശ്യമായി ഭാഷ ചമയ്ക്കുന്നുണ്ട്. അതിന്റെ ആവശ്യത്തിലേക്ക് എന്റെ നോക്കി നിൽക്കുന്ന നമുക്ക് പാട്ട് ഭാരതം നല്ല സ്പീഡിൽ പോണ കാലമല്ലേ? പിന്നെ ദേശഭക്തിഗാനം മാത്രമല്ല ഇത്ര മന്ദഗതി. ഒരു കാലം കൂടി വെച്ച് പാടും. ആയിക്കോട്ടെ. പോലീസ് പോയി ടോർച്ചറിഞ്ഞ, മൊത്തം ടോർച്ചറിഞ്ഞ, റേഷൻ കാർഡിൽ ടോർച്ചറിഞ്ഞ, കഞ്ഞിക്കടത്തിൽ ടോർച്ചറിഞ്ഞ. ക്യാമറ നിരീക്ഷണല്ലേ? ബെഡ്റൂമിൽ ക്യാമറ, ബാത്റൂമിൽ ക്യാമറ, ബെഡ്റൂമിൽ ക്യാമറ. ഇത്രയ്ക്ക് നിരീക്ഷണത്തിന്റെ ആവശ്യമുണ്ടോ? ശങ്കര, നീ ആ മെതിയുടെ അങ്ങ് എടുത്ത് ചരിച്ചങ്ങ് വെക്ക. എന്നിട്ട് മനസ്സുറച്ച ദൈവമേ എന്നങ്ങോട്ട് വിളിക്കുക. ദൈവമേ, ദൈവത്തെ മർദ്ദിക്കാൻ പോകാതെ വിളിക്കാതിരിക്കൂ ശങ്കര. എന്റെ ദൈവമേ, ഞങ്ങൾ തന്നെ കേട്ടില്ല, പിന്നെ എങ്ങനെയാ ദൈവം കേൾക്കണേ? നീട്ടി അങ്ങോട്ട് വിളിച്ചോളുക ശങ്കര. ദൈവമേ ഞങ്ങളുടെ മനസ്സിൽ വിളിച്ചാൽ ദൈവം വിളിയേക്കില്ലേ? വിളിക്കാതെ വിളിയേക്കുന്ന ദൈവത്തെയാ എനിക്കിഷ്ടം. കണ്ടോ കണ്ടോ, നിരീശ്വരവാദിയുടെ ജൽപ്പനം പോലെ. പിന്നെ എങ്ങനെയാ മണി വരാതിരിക്കണേ? ശങ്കര, കൈകൾ രണ്ടും കൂപ്പി മേലോട്ട് നോക്കി ദൈവമേ അങ്ങോട്ട് വിളിച്ചോളുക. കൈകൾ രണ്ടും കൂപ്പി മണ്ണിലേക്ക് നോക്കി വിളിക്കാൻ ദൈവം ശങ്കര, പൂജ വയ്ക്കപ്പെടാൻ പോകുന്ന ഒരു നടനാണ് നീ. മാംസബിംബമുണ്ടോ ഇവർക്ക്? സസ്യബുക്കിനെ പോലെ ചിന്തിക്കുക. നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കണം. ഒരു നടൻ ഒരിക്കലും നിർവികാരനായിരിക്കാൻ കഴിയില്ല. നിങ്ങൾ കേൾക്കാത്ത പല ശബ്ദങ്ങളും അവൻ കേൾക്കുന്നുണ്ട്. കാക്കകളുടെ പരിപരുത്ത ശബ്ദങ്ങൾ, ആശ്രയമില്ലാത്ത മനുഷ്യരുടെ ശബ്ദങ്ങൾ. ഞാൻ പൂജ വയ്ക്കപ്പെടാൻ പോകുന്നത് നിങ്ങൾ ഒരുക്കിയ ഈ ആവണി പലകയിലല്ല, ശബ്ദം നിലച്ചുപോയ അമ്മമാരുടെ മനസ്സുകളിലാണ്. ശങ്കര, തീവ്രവാദം പറയാതിരിക്കാം. ഇലയ്ക്കും ഉള്ളിന് കേടില്ലാണ്ട് പെൻഷൻ പറ്റാൻ നിശബ്ദനായ നടൻ മരിച്ചവനാണ്. അവനെ മരിച്ച ഒരു നടനാകാൻ എനിക്ക് കഴിയില്ല. എനിക്ക് പൂജ വയ്ക്കപ്പെടണ്ട. പൂജ വയ്ക്കപ്പെടണ്ട. കേട്ടില്ലേ, കേട്ടില്ലേ? ചാക്കകൾ കാര്യം ശബ്ദം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാ അവരതിനെ ചാക്കാലിയായി കാണുന്നത്. എത്ര പറഞ്ഞാലും തലയിൽ കയറില്ല. മയിലിനെ വെട്ടി പറഞ്ഞാലും പോലീസിനെ വിളിക്കുക, പോലീസിനെ വിളിക്കുക. വെടിവെച്ച് കൊല്ലട്ടെ, അല്ലാച്ച കോടതി തൂക്കിലേക്കട്ടെ. ഈ തെക്കേർക്കും ഇതുപോലെ തീവ്രവാദം
ആ